വിശേഷമേറിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതായിട്ടുള്ള മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ലേഖനമാണ് എബ്രായ ലേഖനം. ശേഷമേറിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അതോടൊപ്പം കൈപ്പണി അല്ലാത്തതായിട്ടുള്ള ഒരു വിശുദ്ധ മന്ദിരം ഈ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയാൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണ യുഗത്തിൽ കൈകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു സമാഗമന കൂടാരം, ആ കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുന്നു. എന്നാൽ വിശേഷമേറിയ നിയമത്താൽ, പൊതു നിയമം, ആത്മാവിൻ്റെ നിയമം, അതിലൂടെ കൈപ്പണിയല്ലാത്ത ആത്മീകമായിട്ടുള്ള വിശുദ്ധ മന്ദിരം, അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പുത്രനിലൂടെ, ഈ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമുക്ക് അവകാശം നൽകി. അതോടൊപ്പം ഈ കൂടാരത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വിശേഷമേറിയ നിയമം ആണ് ന്യൂ കവനൻറ്റ്, പുതിയ നിയമം. ആത്മാവിനെക്കുറിച്ച് അധികമൊന്നും എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ അത് നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ ആ ജീവിതം മുഴുവനും ആത്മാവിൻ്റെ നിറവിലും അനുസരണയിലുമുള്ള ജീവിതം അല്ലേ, ആ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എബ്രായ ലേഖനത്തിലെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ അല്ലേ. അതിനുവേണ്ടി ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ മഹാപുരോഹിതനുമായിട്ട് ദിനംതോറും ബന്ധപ്പെടുവാൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാൻ, രക്തത്താൽ, പുതു നിയമത്താൽ ഈ അവകാശങ്ങൾ, വാഗ്ദത്ത നിയമങ്ങൾ നമുക്ക് അവകാശമാകുവാനായിട്ട്, അല്ലെങ്കിൽ വാഗ്ദത്ത നിയമങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള അവകാശങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ട്. എബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് ലഭിക്കും. ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആത്മീക ജീവിതത്തിന് അത്യന്താപേക്ഷിതം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലാണ് നാം ഫിലിപ്പ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഭാവം എടുത്ത് വായിക്കാം നമുക്ക്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഭൗമികമായിട്ടുള്ള മേഖല അത് താൽക്കാലികം എന്നുള്ളത് നമുക്ക് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ പേരുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കും, പക്ഷെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഭൗമികന്മാരായിരിക്കും അല്ലേ. യാഥാർത്ഥ്യത്തിൽ ഭൗമികനായിരിക്കും. സ്വർഗീയമായിട്ടുള്ള വിളിയാണ് നമ്മുടെ വിളി. ലേഖനത്തിൽ നമ്മെ വ്യക്തമായിട്ട് അറിയിക്കുന്നു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഉള്ള സ്വർഗീയമായി നമുക്ക് പ്രാപിക്കണമെങ്കിൽ, അവകാശങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം,
ഇബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, അത് ഫുൾ സെൻറ്റൻസ് എഴുതുകയാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി. അപ്പോൾ നമുക്ക് അടിസ്ഥാനമായിട്ട് ഉപദേശങ്ങൾ വേണം. ഉപദേശങ്ങളിലൂടെ പണി നടക്കണം. ഉപദേശം കിട്ടിയാൽ മാത്രം പോരാ, ഉപദേശം യാഥാർത്ഥ്യമാകണം. അപ്പോൾ അടിസ്ഥാനങ്ങൾ ഇട്ടാൽ പണി പൂർത്തിയാകുന്നില്ല. അല്ലേ? ഒരു അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പണിയുണ്ട്. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് പണി നടക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വാസ്തവമായിട്ട് സ്വർഗീയന്മാരാകുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലേ? പത്രോസ് അപ്പോസ്തലനും ഇത് നമ്മെ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 3:18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായിട്ട് വളരുവാനായിട്ടാണ്. കൂടെ ഞാൻ ഓർപ്പിക്കുന്ന പോലെ പാപത്തിന് വേണ്ടിയുള്ള ലൈസൻസ് അല്ല. കൃപ ആത്മീക വളർച്ചയ്ക്കാണ്. കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം തുടക്കം. കൃപയുടെ സമൃദ്ധിയിൽ വളരുക അത്യാവശ്യം. എങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ. അല്ലേ? നമുക്ക് ആത്മീക ജീവിതം നയിക്കണമെങ്കിൽ കൃപയുടെ സമൃദ്ധി, നീതിയുടെ സമൃദ്ധി, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. അപ്പോൾ ഇബ്രായ ലേഖനത്തിൽ മഹാപുരോഹിതനായ ക്രിസ്തുവിനെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ജഡപ്രകാരം വന്ന ക്രിസ്തു യേശു, അല്ലേ? പാപങ്ങളുടെ രക്ഷകനായിട്ട് വന്ന യേശു ക്രിസ്തു ജഡപ്രകാരം താൻ ഗലീലയിലും, പ്രധാനമായിട്ട് ഗലീലയിൽ, എന്നാൽ യെരുശലേമിലും യഹൂദിയ മേഖലകളിലും താൻ പോകുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ഗലീലയിൽ ആയിരിക്കുമ്പോൾ തൻ്റെ ഉപദേശങ്ങൾ, തൻ്റെ ജീവിതം, തൻ്റെ ശുശ്രൂഷ, ഈ 3 മേഖലയിലൂടെയാണ് പ്രാരംഭമായിട്ട് യേശു തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം പിതാവിനെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അപ്പത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ യേശുവിനെ കാണുന്നത് എങ്കിൽ ഇല്ല, യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരുവാൻ സാധ്യമല്ല. നമ്മുടെ വയറ് നിറഞ്ഞെന്നിരിക്കും, രോഗസൗഖ്യം കിട്ടിയെന്നിരിക്കും, പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ച് പരിജ്ഞാനത്തിൽ നമുക്ക് വരുവാൻ സാധ്യമല്ല. എന്നാൽ അവിടെ മാത്രം നിന്നാൽ പോരാ, അല്ലേ? അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് യേശുവിനെ അനുഗമിച്ച് ക്രൂശിലേക്ക്, അല്ലേ? തൻ്റെ ക്രൂശ് നമുക്ക് മാതൃകയായിട്ട് കാണിക്കുമ്പോൾ, തൻ്റെ ക്രൂശ് നമുക്ക് പാപങ്ങൾക്ക് മോചനം നൽകുമ്പോൾ, തൻ്റെ ക്രൂശ് നീതിയുടെ പാത അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ആ തിരശ്ശീല കീറുമ്പോൾ, നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു ക്രൂശ്, അല്ലേ? അതായത് തന്നെ താൻ ത്യജിച്ച് യേശുവിനെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്, സ്തോത്രം, ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ. അല്ലേ? ക്രിസ്തു ഒരു പണി നിവർത്തിച്ചു, അല്ലെങ്കിൽ ഒരു പണി തനിക്ക് നൽകിയിരുന്നതായിട്ടുള്ളൊരു പ്രവൃത്തി ഇവിടെ ഭൂമിയിൽ തികച്ചു.
എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മേഖല അനേക സത്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിച്ചിരിക്കണം. ഞാനിപ്പോൾ നമ്മളെ അറിയിക്കുന്നത് ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. എന്നിട്ട് നമുക്ക് ഉയർപ്പിലുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അല്ലേ? അവിടെയാണ് നമുക്ക് പുത്രത്വത്തിൻ്റെ സ്വീകാര്യത്തിൻ്റെ തുടക്കം അല്ലേ? അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി, അല്ലെങ്കിൽ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ജീവൻ, ഉയർപ്പിൻ്റെ ജീവൻ. എന്നിട്ട് എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ് ആയതുപോലെ എൻ്റെ സഹോദരന്മാർ, ആ ഒരു ബന്ധത്തിലേക്ക് വരുന്നു. ആ ഉയർപ്പിൻ്റെ മേഖലയിലാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അവർ കാണുമ്പോഴാണ് തന്നോടുകൂടെ 40 ദിവസത്തോളം പല സമയങ്ങളിലായിട്ട് യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷമാകുന്നു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരെ അറിയിക്കും. അവിടെയാണ് ക്രൂശിൻ്റെ സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുന്നത്. അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ദർശനം. എല്ലാവർക്കും താൻ പ്രത്യക്ഷനായില്ല. തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷമായുള്ളൂ അല്ലേ? ഗലീലയിൽ 10,000 ജീവിതങ്ങൾ കർത്താവിനെ അനുഗമിച്ചു. പക്ഷേ അവർക്ക് ആർക്കും തന്നെ പ്രത്യക്ഷനായില്ല. കാരണം അവർ ക്രൂശിലേക്ക് യാത്ര ചെയ്തില്ല, ക്രൂശിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല. അവർ സ്നാനപ്പെട്ടു. ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഈ കാലയളവിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതോട് അനുബന്ധിച്ച് സ്നാനപ്പെട്ടു, പക്ഷെങ്കിൽ ഭൗമികന്മാരായിട്ട് ജീവിക്കുന്നു അല്ലേ? യഥാർത്ഥമായിട്ട് ക്രൂശിൻ്റെ അനുഭവങ്ങളിലേക്ക് വരുന്നില്ല. അതവരിഷ്ടപ്പെടുന്നില്ല. കാരണം അതവർ മറഞ്ഞിരിക്കുകയാണ്, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ സത്യം നമുക്ക് അറിയണമോ? യേശു കർത്താവ് ബുദ്ധി തുറന്നതിലേക്കൊത്തു. അവരുടെ ബുദ്ധിയെ തുറന്നാണ് ക്രൂശിൻ്റെ സത്യം അവർക്ക് വെളിപ്പെടുത്തിയത് അല്ലേ? എന്നാൽ ആ മേഖലയിലും ദൈവരാജ്യത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുന്നില്ല. ഈ സമയത്തോ അവിടുന്ന് രാജ്യത്തെ യഥാസ്ഥാനം താക്കുന്നത് ഒരു ചോദ്യം. യേശു കർത്താവ് അതിന് മറുപടിയായിട്ട് പറയുന്നത് അത് പിതാവിൻ്റെ ഡിസിഷനാണ് അല്ലേ? ആ കാലങ്ങളോ സമയമോ മറ്റാരും അറിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ അത് ദൈവരാജ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ ദൈവരാജ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയാണ് അവരുടെ മേൽ വരുമ്പോഴാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് ലഭിക്കുന്നത്. അടുത്ത മേഖലയാണ് എബ്രായ ലേഖനത്തിൽ, അതായത് സ്വർഗാരോഹണം ചെയ്ത്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. മതി, ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുക. അതായത് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഭൂമിയിലെ ശുശ്രൂഷ അല്ലേ ഭാഗം. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രായശ്ചിത്തം തന്നെ രക്തം ഈ അതിവിശുദ്ധ സ്ഥലത്ത് പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നാണ് നമുക്ക് പ്രായശ്ചിത്തം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്നാൽ ക്രൂശ് എന്നുള്ളത് ഭൂമിയിലെ ശുശ്രൂഷ ഉണ്ടാക്കിയ ശേഷം, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കെ. ആ ക്രിസ്തുവിനെ എന്നാണ് നാം കാണേണ്ടത് അല്ലേ? പാപങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനം ലഭിച്ചതായിട്ടുള്ള പ്രിയപ്പെട്ടവർ വിശ്വാസ സ്നാനത്താൽ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീന്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം ഉയരങ്ങളിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അല്ലേ? താനിപ്പോൾ ജഡപ്രകാരം ഈ ഭൂമിയിലുള്ള യേശു അല്ല, ആത്മാവിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായ യേശു. ആ യേശുവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ
പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പ്രബോധനയിലും അനുസരണയിലും ജീവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ യേശുവേ യേശുവേ നമുക്കിവിടെ വിളിക്കാം. അത് നമ്മെ സ്വർഗീയന്മാരാക്കുകയില്ല. സ്വർഗീയനാകണമോ മുഖം മൂടുപടങ്ങളെല്ലാം നീങ്ങണം അല്ലേ? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ, തേജസ്കരിക്കപ്പെട്ട യേശു, മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായ യേശു അല്ലേ? മൂടുപടം നീങ്ങിയ മുഖത്ത് നമ്മുടെ കർത്താവിനെ, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നുണ്ടല്ലേ? ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, അതിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാനായിട്ടാണ് ഈ ലോകത്തിൻ്റെ ദൈവം. അവിശ്വാസികൾ, വെളിയിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, സഭയിലുള്ള അവിശ്വാസികൾ അല്ലേ? ആ മേഖലയിൽ അവർക്ക് ആ വിശ്വാസം വന്നിട്ടില്ല, ആ വചനം വെളിപ്പെട്ടിട്ടില്ല. തേജസ്സുള്ള സുവിശേഷം വെളിപ്പെടാത്തതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ ദൈവം അല്ലേ? ലോകത്തിൽ ആകർഷകരായിട്ട് ജീവിക്കുന്ന ദൈവമക്കൾ, ഭൗമികന്മാരായിട്ടുള്ള ദൈവമക്കൾ, ജഡപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾ, അവർക്ക് ആ തേജസ്സുള്ള സുവിശേഷം. അപ്പോൾ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന് പറയുമ്പോൾ തേജസ്സുള്ള സുവിശേഷത്തിലൂടെ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന ദൈവപുത്രൻ അല്ലെങ്കിൽ മഹാപുരോഹിതനായ യേശുവിനെ കാണുവാനായിട്ട് നമ്മുടെ ദൃഷ്ടികൾ പ്രകാശിക്കും അല്ലേ? അതിനുവേണ്ടി കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടണം. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുക അല്ലേ? ആ കുരുട്ട് പല അളവിലുണ്ട്. ഇവന് പാപത്തിൽ കിടക്കുന്ന ഒരുവന് പാപമോചനമെന്നുള്ള ആ യാഥാർത്ഥ്യം അല്ലേ? അല്ലെങ്കിൽ രക്ഷകനായ യേശുവിനെ, ക്രൂശിൽ പരമയാഗമായ യേശുവിനെ കാണുവാൻ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അവന് പാപബോധമുണ്ടായി പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ അതൊരു തുടക്കം. എന്നാൽ ഇത് നല്ലപോലെ പ്രകാശിക്കുന്ന ഒരു മേഖലയിലേക്ക് വരണം. നമുക്കറിയാം, അടുത്തടുത്ത മേഖലകൾ അറിയാം അല്ലേ? ആത്മസ്നാനം കിട്ടണമെങ്കിൽ അതിനുള്ള വചനം പ്രകാശമായിട്ട് ലഭിച്ചിരിക്കണം. ആത്മനിറവിൻ ജീവിതം, അതിനുള്ള വചനം കിട്ടിയിരിക്കണം. ആത്മാവിൻ്റെ അനുസരണയിലുള്ള ജീവിതം, വചനം കിട്ടിയിരിക്കണം അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ ലഭിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതം, അത് നമ്മൾ തുടരുമ്പോഴാണ് ഈ തേജസ്സുള്ള മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അല്ലേ? അനുസരണയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവരും. അങ്ങനെ യേശുവിനെ കാണുന്നവൻ, തേജസ്സിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിനെ നിരന്തരം കാണുന്നവരാണ് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതേ പ്രതിമയായിട്ട്, കർത്താവിൻ്റെ ദാനമായി അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു അല്ലേ? അപ്പോൾ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു അവിടെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മെ തനിക്ക് അനുരൂപന്മാരാക്കുക. തേജസ്സിലുള്ള യേശുവിനെയാണെന്ന് ഓർത്തോണം. തനിക്ക് അനുരൂപന്മാർ ആക്കുക അല്ലേ? അപ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ ഉദ്ദേശം നമ്മളത് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം അതായിരിക്കും. ആയതുപോലെ ഈ അതിൻ്റെ പ്രാരംഭ ഭാഗം നാം വായിക്കുമ്പോൾ അവനെ താൻ, അതായത് താൻ ലോകത്തെ സൃഷ്ടിതാവാണ് അല്ലേ? ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കും. അവൻ മുഖാന്തരം പോലെ സൃഷ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് യേശു കർത്താവ് നിവർത്തിക്കുന്നത് തന്നിലൂടെ. അത് ഒരളവിൽ നാം അതിൻ്റെ ആഴമേറിയൊരു സത്യം മനസ്സിലാക്കേണ്ടത് പുതിയ സൃഷ്ടി അല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ പരമപ്രധാനമായിട്ടുള്ള സൃഷ്ടി മനുഷ്യവർഗമാണ് അല്ലേ? അതായത് ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മറ്റൊന്നിനെയും നമ്മൾ വചനത്തിൽ കാണുന്നില്ല അല്ലേ? ആ സൃഷ്ടി, മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ യഹോവയായ ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കും.
അപ്പോൾ അത് ഉന്നതമായിട്ടുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടി യേശു ക്രിസ്തുവിലൂടെയാണ് ആ പുതിയ സൃഷ്ടി അല്ലേ. അതുകൊണ്ടാണ് ഏകജാതനായ പുത്രന് ഈ ഒരു ദൈവസൃഷ്ടിയുടെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യവർഗത്തെ അവരെ സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ സൃഷ്ടിക്കുവാനായിട്ട് താൻ ആദ്യജാതനാകുന്നു അല്ലേ. അപ്പോൾ താൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്നു, മനുഷ്യപുത്രനായിട്ട് ജീവിച്ചു. അതായത് ഊനമില്ലാത്ത ഒരുവനായിട്ട് തന്നെ അല്ലേ. ന്യായപ്രമാണത്തിൻ്റെ സകല നീതിയും, പ്രവാചക പുസ്തകങ്ങളുടെ സകല നീതിയും തന്നിലൂടെ നിവർത്തിച്ചു അല്ലേ, നിവർത്തിച്ചു. അപ്പോൾ ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു സീഡായിട്ടാണ് താൻ ക്രൂശിലേക്ക് പ്രവേശിക്കുന്നത്. പെർഫെക്ഷൻ. ഇതിലൂടെ നമുക്കൊരു ജീവിത മാതൃക താൻ കാണിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിറവിൽ ആത്മാവിൻ്റെ അനുസരണം ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ജീവിതം പ്രാപിച്ചെടുക്കാൻ കഴിയും അല്ലേ. കാരണം ആ ജീവിതത്തിന് വേണ്ടിയത് കർത്താവ് നിവർത്തിച്ചു അല്ലേ. നമ്മൾ ഇനിയും ക്രൂശിൽ പോകേണ്ട ആവശ്യമില്ല, ആ ക്രൂശിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ക്രൂശിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ വരേണ്ടതായിട്ടുമുണ്ട്. അവിടെയാണ് തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും യേശുവിനെ അനുഗമിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുക. ആ യാഥാർത്ഥ്യം നമ്മൾ വരികയാണെങ്കിൽ മൈ ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നുള്ളൊരു ജീവിതമായിരിക്കുകയല്ല, ഉന്നതമായിട്ടുള്ള ജീവിതമായിരിക്കും, സ്വർഗീയമായിട്ടുള്ള ജീവിതം ഭൂമിയിൽ അല്ലേ. ഇപ്പോൾ പരമയാഗമായി 3-ാം ദിവസം തന്നെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം. തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, ഇംഗ്ലീഷിൽ എക്സാക്റ്റ് റെപ്രസെൻറ്റേഷന് ഓഫ് ഗാഡ് അല്ലേ, തത്വത്തിൻ്റെ മുദ്ര. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാകും. ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും യേശുവിൽ ദേഹരൂപമായിട്ട് വസിക്കും. എല്ലാത്തിൻ്റെ നിറവാണ് നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെ എല്ലാ നാമത്തിനും നാമമായിട്ട് ഉയർത്തി സ്വർഗസ്ഥലങ്ങളിൽ ഉന്നതമായിട്ടുള്ള മേഖല ഇരുത്തിയിരിക്കുന്നത് അവൻ്റെ നിറവിൽ നിന്ന് സ്തോത്രം അല്ലേ. സകലതും നിറയ്ക്കുന്നതിൻ്റെ നിറവായ എൻ്റെ സഭയാം ശരീരത്തിന് കൊടുത്തിരിക്കുക പൂർണ്ണതയിലുള്ള യേശു കർത്താവ് അല്ലേ. അത് സ്വർഗീയനായ ക്രിസ്തുവിനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം എൻ്റെ 22-23 വാക്കുകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുകളിൽ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മേതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ നമുക്ക്, ഈ മഹാപുരോഹിതനായ യേശുവിനെ നമുക്ക് വെളിപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ശ്വാസത്തിൻ്റെ നായനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിൻ്റെ ആ പ്രവൃത്തി അല്ലേ, നമ്മളെ സ്വർഗീയന്മാരാക്കുന്നതായിട്ടുള്ള തൻ്റെ പ്രവൃത്തി നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തീരുകയുള്ളൂ. ഓർപ്പിച്ചതുപോലെ അതായത് ദൈവദൂതന്മാരെക്കാളും വിശിഷ്ടമായ നാമത്തിന് അവകാശി ആയതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ദ ഓൺലി ബിഗോട്ടൺ സൺ, തൻ്റെ ഏകജാതനായ പുത്രൻ അല്ലേ. പുത്രനെ നോക്കുമ്പോൾ, യേശുവിനെ നാം ഈ 1-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ ദൂതന്മാരെക്കാളും അതിശ്രേഷ്ഠമായിട്ടുള്ള നാമം. എന്നിട്ട്
തൻ്റെ ഏകജാതനായ പുത്രൻ, ദ ഓൺലി ബിഗോട്ടൻ സൺ. 8ാമത്തെ വാക്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമാണ്. പുത്രനോടോ ദൈവമേ, പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ് വിളിക്കുന്നത്. നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അല്ലേ? ഹിംസെൽഫ് ഗാഡ്. പിതാവാം ദൈവം പുത്രനെ വിളിക്കുമ്പോൾ ദൈവമേ. അല്ലേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അല്ലേ? ഈ വചനമാണ് ജഡമായിട്ട് ഭൂമിയിൽ വന്ന് അവരുടെ ഇടയിൽ പാർത്തത്, ദൈവം. ഈ പുത്രൻ്റെ ഒരു പ്രത്യേകത, ഈ പുത്രൻ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. അല്ലേ? നമ്മുടെ ജീവിതമായിരിക്കണം നീതിയെ ഇഷ്ടപ്പെടുക, ദുഷ്ടതയെ ദ്വേഷിക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെല്ലാം നമ്മൾ വെറുക്കേണ്ടതായിട്ടുണ്ട്. ആ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അല്ലേ? ദൈവവചനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അതിനെ നമ്മൾ വെറുക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ? കാരണം ദൈവവചനം അത്രമാത്രം പവിത്രമാണ്, സ്വർഗീയമാണ്. അല്ലേ? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളി പുള്ളി ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ അതിനെ കൂട്ടുകയും കുറയ്ക്കുകയും അത് വേറൊന്നാക്കുകയും വചനം പ്രസംഗിക്കാതെ ചപ്പും ചവറും വിളിച്ചു പറയുകയും ചെയ്യുന്നതായിട്ടുള്ള കൂട്ടങ്ങളെല്ലാം നമ്മൾ വെറുക്കേണ്ടതായിട്ടുണ്ട്, ദ്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. തൻ്റെ വചനത്തെ വള്ളിയും പുള്ളിയുമാണ്. അല്ലേ? ആ വചനത്തെ കോട്ടിക്കളയുന്നതാണ് ദൈവം ഏറ്റവും വെറുക്കുന്നതായിട്ടുള്ള പാപം. ഓക്കെ? 2 മേഖല ഓർത്തണം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഓതർ വചനം. അവൾ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വചനമാണ്. അല്ലേ? അതിനെ കൂട്ടുകയും മാറ്റുകയും ചെയ്യുന്നവർ മാലോട് ദൈവത്തിന് വലിയ വെറുപ്പാണ്, അറപ്പാണ്. അവർക്ക് സാധ്യതയില്ല. ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ? ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയാണ് ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത്. ക്രിസ്തുവിൻ്റെ ജീവിതമെല്ലാം നമ്മുടെ ജീവിതം ഓർത്തോണം. അല്ലേ? നമ്മൾ ദൈവങ്ങളായിട്ടില്ല, എന്നാൽ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. യേശു കർത്താവ് നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ജീവിതമാണെങ്കിൽ നമ്മൾ ആ ജീവിതത്തിൽ എത്തിച്ചേരും. അല്ലേ? അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള അഭിഷേകം വിശുദ്ധിയിലേക്ക് വരുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകും. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോവും, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. യേശു കർത്താവിൻ്റെ ദൈവത്വമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവത്വമാണ് വെളിപ്പെടുന്നത്. അല്ലേ? ദൈവത്തോടുള്ള സമത്വം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് വേണ്ടിയാണോ താൻ പുത്രനായത്, ദൈവം ഏകജാതനായ പുത്രനായത്? പലപ്പോഴും എൻ്റെ ചിന്തയിൽ കൂടെ പോകാറുണ്ട്. ഇല്ലേ? നമുക്ക് വേണ്ടിയാണോ ദൈവം മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്? ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലേ? കാരണം പിതാപുത്രനും ഒന്ന് തന്നെ. വചനത്തിൽ അതിനപ്പുറമായിട്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് അവിടെ വരെ ചിന്തിച്ചാൽ മതി. എന്നാൽ യേശുവിൻ്റെ ദൈവത്വമാണ് ഈ വാക്യങ്ങളിലൂടെ നാം വായിക്കുന്നത്. അല്ലേ? പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. ഇങ്ങനെ നിലനിൽക്കുന്ന ഇറ്റേണൽ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് നിലനിൽക്കുന്നു. സൃഷ്ടി ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്. നീയോ അനന്യൻ എന്നുള്ള ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്. നിൻ്റെ സംവത്സരം അവസാനിക്കുകയുമില്ല.
അല്ലേ? അറിഞ്ഞിരിക്കണം. യേശു കർത്താവിൻ്റെ ദൈവത്വം നമുക്ക് ഉറപ്പായിരിക്കണം, അല്ലേ? കാരണം അത് പരിജ്ഞാനത്തിലാണ്, ക്രിസ്തു ആത്മീക പരിജ്ഞാനത്തിലൂടെ നമുക്ക് വെളിപ്പെടും. നമുക്കത് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന വരികയില്ല, പക്ഷെ ഉള്ളിൽ നമുക്കൊരു ബോധം, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും, അല്ലേ? അത് നമുക്കുണ്ടായിരിക്കണം. കാരണം ആ പരിജ്ഞാനത്തിലാണ് നാമം ആ സ്വർഗീയന്മാരായിട്ട് തീരുന്നത്, അല്ലേ? അല്ലെങ്കിൽ ലോകമായിരിക്കും നമ്മുടെ ദൈവം. അപ്പോസ്തലൻ ആ പരിജ്ഞാനത്തിലാണ് ലോകം ചവറായിട്ട് തീർന്നത്. നമ്മൾ ഭൗമികന്മാരായിരിക്കും, നമ്മൾ ലൗകികന്മാരായിരിക്കും. യേശു കർത്താവിൻ്റെ അതേ ജീവിത സ്വഭാവത്തിലേക്ക് വരണമ, ഞാൻ സ്വർഗീയ, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, അല്ലേ? അപ്പം നമുക്ക് ആ ബോധം ഉണ്ടാകണം. നമ്മുടെ ആദ്യത്തെ ജനനമെന്ന് പറയുമ്പോൾ ഇതിന് പാത്രം വേണം, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ അത് ആ പാത്രമാണ്. മണ്ണിൽ നിന്നെടുത്തതായിട്ട് ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാൻ്റെ പാത്രമായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ അമ്മയപ്പന്മാരെന്നുള്ള ജനനം അത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്, അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട, അത് വ്യവസ്ഥ, അത് ആവശ്യമാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതാണ് റിയലായിട്ടുള്ള ആത്മമനുഷ്യൻ, അല്ലേ? ആ മനുഷ്യനെ വസിക്കുവാൻ, ആത്മമനുഷ്യൻ വസിക്കുവാനുള്ള പാത്രമാണ് നമ്മുടെ പുറമേയുള്ള ശരീരം. അപ്പോൾ ഈ രണ്ട് ജനനവും ആവശ്യമാണ്. എന്നാൽ ആദ്യത്തെ ജനത മനുഷ്യൻ പാപത്തിൽ വീണു പോയതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള പാപമോചനം അവനാവശ്യമുണ്ട്, അല്ലേ? അവനൊരു പുതിയ സൃഷ്ടിയാകണം ക്രിസ്തു. എങ്ങനെ? വീണ്ടും ജനിക്കണം, ദൈവത്തിന് ആത്മാവിനുള്ളിൽ വസിക്കണം, അല്ലേ? എന്നിട്ട് ആത്മാവിനാൽ ആത്മമനുഷ്യൻ ജീവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ശരീരം അതിൻ്റെ ദൈവികമായിട്ടുള്ള പർപ്പസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ ഓർഡറിലാക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ മേഖലയിലൂടെ എല്ലാം കടന്നു പോകുന്നത്. എന്നിട്ട് അവിടെ തീർന്നില്ല പ്രവൃത്തി. 13-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണം. ഇത് സങ്കീർത്തനങ്ങൾ മുതൽ നാം ഈ വാക്യം കാണുന്നു. റോമാലേഖനത്തിലുണ്ട്, ഇബ്രായലേഖനത്തിൽ 2-3 സ്ഥാനങ്ങളിലുണ്ട്, ഉടനീളം പല സ്ഥലങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു വലിയ ശുശ്രൂഷയാണ്. യേശു കർത്താവിൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളാണ്, അല്ലേ? ശൗല് ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോൾ യേശുവിനെയാണ് ഉപദ്രവിക്കുന്നത്. നീ ഉപദ്രവിക്കുന്നവനായ യേശു, അല്ലേ? കാരണം തൻ്റെ ശരീരമാണ്, സഭ അവൻ്റെ ശരീരമാണ്, അല്ലേ? അപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള അന്യായമായത് എല്ലാം യേശു ക്രിസ്തുവിന് സ്തോത്രം എതിരായിട്ടുള്ള ശത്രുക്കൾ, അല്ലേ? തലയാകുന്ന ക്രിസ്തു, ശരീരമാകുന്ന സഭ. നമ്മൾ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എങ്കിൽ നമ്മിൽ മറ്റ് ശക്തികൾ വ്യാപരിക്കുകയാണെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കൾ. അപ്പോൾ ഇന്ന് താൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള പാപത്തിൻ്റേതായിട്ടുള്ള റൂട്ട്, അല്ലേ? ലോകത്തിൻ്റേതായിട്ടുള്ള വിവിധമായിട്ടുള്ള ശക്തികൾ, അതിനെല്ലാം പൂർണ്ണമായിട്ട് പുറത്താക്കുവാനായിട്ടാണ്, അതിനെല്ലാം തൻ്റെ കാൽ കീഴാക്കുവാനായിട്ടാണ്. കാരണം നമ്മുടെ കർത്താവ് എപ്രകാരം ലോകത്തെയും പാപത്തെയും ജഡത്തെയും സാത്താനെയൊക്കെ ജയിച്ചുവോ അതുപോലെ ജയിക്കുന്ന ഒരു കൂട്ടത്തെയാണ് പിതാവിന് പുത്രന്മാരായിട്ട് തീരേണ്ടത്, അല്ലേ? അത്ര ഉന്നതമായിട്ടുള്ള വിളിയാണ് നമ്മുടെ. അല്ലാതെ ജസ്റ്റ് സ്ഥാനപ്പെട്ട് പിന്നെ നമ്മൾ ചുമ്മാ അങ്ങ് ജീവിക്കുന്ന ജീവിതമല്ലിത്. നമ്മുടെ സ്വയത്തിലും ചെയ്യലും ഒക്കെ ജീവിക്കുന്ന ജീവിതമല്ല. അപ്പോൾ ആ ഒരു പ്രകാശനം, ക്രിസ്തുവിലൂടെയാണ് ആ പ്രകാശനം നമുക്ക് ലഭിക്കേണ്ടത്. മഹിമയുടെ വലത്ത് ഭാഗത്ത് മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നത് ശരീരമാകുന്ന സഭ, നാം ഓരോരുത്തരും നമ്മിൽ അന്യായമായിട്ട് കിടക്കുന്നത്, അല്ലേ? ഓർത്തോളം പാപത്തിൻ്റെ മോചനം, ഫോർഗിവ്നെസ് ഓഫ് സിന്നാണ് നമുക്ക് കാൽവരിയുടെ ലഭിച്ചത്, രക്തത്താലുള്ള മോചനം. എന്നാൽ പാപത്തെ ജയിക്കുന്നത്, അല്ലേ? റൂട്ട് സിൻ, അതിനെ ജയിക്കുന്നത്, ലോകത്തെ ജയിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാ. ജീവനും വേണം, ശക്തിയും വേണം.
അല്ലേ? ശക്തിയില്ലാത്ത ജീവന് കോമായി കിടക്കുന്ന അവസ്ഥയാണ്. അല്ലേ? ഇച്ചിരി ജീവനുണ്ട്, പക്ഷേ ശക്തിയില്ല. ജീവനുണ്ട്, പക്ഷേ ലോകത്തെ ജയിക്കാൻ വേണ്ട ശക്തിയില്ല. നമുക്കറിയാം, നമ്മുടെ ഇതിനായിട്ട് വരുന്ന ശക്തി നമ്മളെക്കാളും ബലവാനാണെങ്കിൽ നമുക്ക് അതിനെ ജയിക്കാൻ ഒക്കത്തില്ല. അല്ലേ? അപ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിലാണ്, അതായത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടുള്ള യാത്രയിലാണ്, ആത്മാവിൻ ജീവിതത്തിലാണ് ഈ ശത്രുക്കൾ, നമ്മളിലുള്ള അസൂയ, പക, പിണക്കം, ദുശ്ചിന്തകൾ, അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലും നമ്മുടെ മനസ്സിലും ഇച്ഛകളിൽ, ഇന്ദ്രിയങ്ങളിൽ, വികാരങ്ങൾ, ഇമോഷൻസ്, ബുദ്ധിമണ്ഡലം, ഇവിടെയെല്ലാം വ്യാപരിക്കുന്ന പ്രാകൃത മനുഷ്യൻ, അതെല്ലാം ചാകേണ്ടതായിട്ടുണ്ട്. അല്ലേ? ലോകം പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. അല്ലെ? ആത്മാവിനാൽ ദൈവവചനത്താൽ പുതിയപ്പെട്ട ഒരു പെട്ടകമായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ പ്രകാരമുള്ള ഒരു യേശു കർത്താവിനെയാണ് നാം കാണുന്നത്. സകലത്തിനും അവകാശിയായ യേശു കർത്താവ്, സകല സൃഷ്ടികളും താൻ മുഖാന്തരം ഉളവാകുന്നു. പുതിയ സൃഷ്ടിയും മനുഷ്യവർഗം, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, എക്സാക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗാഡ്. അല്ലേ? മഹിമയുടെ വലത്ത് ഭാഗത്ത് നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിപ്പാനിരിക്കുന്ന യേശു കർത്താവ്, ദൈവപുത്രൻ, ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായവൻ. പുത്രനോടോ ദൈവമേ, യേശു കർത്താവിൻ്റെ ദൈവത്വം, നീതിയുള്ള ചെങ്കോൽ, നീതിയെ ഇഷ്ടപ്പെടുന്നവൻ, ദുഷ്ടതയെ ദ്വേഷിക്കുന്നവൻ, ആനന്ദ തൈലം കൊണ്ട് അഭിഷക്തൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തി ഇല്ലേ ലഭിച്ചവൻ. അർത്ഥം നമ്മളിതിൻ്റെ ഭാഗം, നമ്മളെ, അതായത് ഭൂമിയിൽ മനുഷ്യനെ അധികാരത്തോടുകൂടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലേ? എന്നാൽ അതിൻ്റെ തലയാണ് യേശു കർത്താവ്. സകല നമ്മുടെ ഈ സൃഷ്ടിയുടെ, പുതിയ സൃഷ്ടിയുടെ തലയാണ്. നമ്മെ കൊണ്ടായി പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. അതവനോട് പറയുമ്പോൾ ഇതിനെ അടക്കി വാഴുക. അല്ലേ? അപ്പോൾ ക്രിസ്തുവുമായിട്ട് ദൈവത്തിൻ്റെ സഭ ഒന്നാകുമ്പോൾ അവർ പരാപരം ജീവിക്കല്ല, അവർ വാഴുകയാണ്. ഓ ഹല്ലേലൂയ. അല്ലേ? അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഒന്നിച്ചങ്ങോട്ട് മുൻപോട്ട് നീങ്ങുവാൻ തുടങ്ങുമ്പോൾ, അല്ലേ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊക്കെ അങ്ങോട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ ഭൂതലം വിറയ്ക്കും. കാഹളം മൂതുമ്പോൾ, ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ വെറും പ്രഭാഷണമല്ല. അല്ലേ? അത് മനുഷ്യനെ രസിപ്പിക്കുന്നതായിട്ടുള്ള വചനങ്ങളല്ല, അതൊക്കെ ലോകത്തിൻ്റേതാണ്. അത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാചാലത, വൈഭവമുള്ളതായിട്ടുള്ള ശബ്ദമല്ല. പിന്നെയോ അധികാരത്തിൻ്റെ ശബ്ദം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടായതുപോലെ ദൈവസഭയിലൂടെ മുഴങ്ങുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് അവരെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നൽകുന്നത്. അല്ലേ? അത് ദൈവശബ്ദമാണ്, മനുഷ്യ ശബ്ദമല്ല. അല്ലേ? മനുഷ്യനെ പുളവും കൊള്ളിക്കുന്നതായിട്ടുള്ള ശബ്ദമല്ല അത്. തങ്ങളുടെ മിടുക്കും കഴിവും കാണിക്കുന്ന ശബ്ദമല്ല. പിന്നെയോ അതിനകത്ത് വലിയ ഭാഷാശൈലിയൊന്നും കാണുകയില്ല. സിമ്പിളായിട്ടുള്ള ശബ്ദമായിരിക്കും. അല്ലേ? എന്നാൽ അതിനകത്ത് ദൈവ ശക്തിയുണ്ട്. അല്ലേ? അതൊക്കെ അപ്പോസ്തലന് വെളിപ്പെട്ടു. നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്, അല്ലേ, എൻ്റെ വചനം, എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, അല്ലേ, ശക്തിയുടെയും ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. എന്താണ് പ്രദർശനം? വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകും. അല്ലേ? അതാണ് പ്രദർശനം. അത് വെറും ഷോ അല്ല. അല്ലാതെ വാക്ക് അത്രത്തോളം നമുക്ക് അതിൻ്റെ മീനിങ് ലഭിക്കുന്നില്ല. അത് വെറും ഒരു ഷോ അല്ല. മറഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ളത് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദം. അല്ലേ? അതാണ് പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ.
അല്ലേ? അത് മറഞ്ഞു കിടക്കുകയാണ്. അല്ലേ? ഒരു അതായത് ഒരു സ്ക്രീനിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കുകയായിരിക്കും. എന്നാൽ ഒന്ന് പ്രദർശിപ്പിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്നവർക്കത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ബ്ലാങ്കായിട്ടുള്ളൊരു ഒന്നുമില്ലാത്തൊരു മേഖലയായിരിക്കും. പക്ഷേ ശബ്ദം ഒരു ദൈവത്തിൻ്റെ ദാസനുള്ള പുറത്ത് വരുമ്പോഴാണ് ദൈവികമായിട്ട് ഒട്ടുള്ളത് അവിടെ വെളിപ്പെടാൻ പോകുന്നത്. അതാണ് ദൈവപുത്രന്മാരെക്കുറിച്ച് മനുഷ്യപുത്രന്മാരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. ഭാഗ്യങ്ങൾ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലുണ്ട്. മനുഷ്യനെ ദൈവം നിയമിച്ചാക്കുമ്പോൾ അതിനുള്ള ദൈവിക ഉദ്ദേശം ചിലതൊക്കെ നാം അവിടെ കാണുന്നുണ്ട്. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിനെ കാണുക. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഇതിനകത്ത് ചില മുന്നറിയിപ്പുകളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് 5 വാണിംഗ് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇത് വളരെ ഗൗരവമാണ്. കാരണം നമ്മൾ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഒഴുകി പോകുവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കുത്തൊഴുക്ക്, ഇപ്പോൾ സാധാരണ ഒഴുക്കല്ല, അല്ലേ? ഞാൻ ഓർക്കായിരുന്നു, ഇന്ന് ഈ കാലയളവിൽ അപ്പോസ്തലൻ ജീവിച്ചിരുന്നെങ്കിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ചേനെ. ഇത് വല്ലപ്പോഴൊന്നും അല്ല ഒഴുകുന്നത്, കുത്തൊഴുക്കാണ്. ഇത് ആർക്കും ലക്ഷ്യമില്ല, എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞുകൂടാ, അല്ലേ? അങ്ങനത്തെ ഒരു കാലയളവിലാണ് വന്നിരിക്കുന്നത്. കേട്ടതധികം ശ്രദ്ധയോട് കരുതുവാനായിട്ട് കേൾക്കേണ്ട വചനം ഇല്ലാത്തൊരു കാലമാണ്. വചനം ദുർലഭമായിരുന്നു. പലപ്പോഴും വചനം ഉണ്ടോ? യഥാർത്ഥമായിട്ടുള്ള സത്യവചനം, ആത്മാവിൽ ലഭിക്കുന്ന വചനം ഉണ്ടോ? അത് ഇന്ന് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? വലിയൊരു ചോദ്യചിഹ്നം, അല്ലേ? പലപ്പോഴും സഭകളിലൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് ഞാൻ പറയാറുണ്ട്, അല്ലേ? ഒരു സ്പോട്ടുണ്ട്, അതെങ്ങനെ പറഞ്ഞ് തീർക്കണമല്ലോ. അല്ല, അതിനൊരു ആത്മീക ഉദ്ദേശമില്ല, അല്ലേ? ജീവിതങ്ങളുടെ ഹൃദയത്തിൽ, അതായത് അത് ജീവനും ചൈതന്യവുമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വചനം ഉണ്ടോ? അത് ഉള്ളറയിലേക്ക് ചെന്നിട്ട്, അല്ലേ, നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചിന്തകളെയും ഭാവങ്ങളെയും വേർതിരിക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ? മൂർച്ചയുള്ള വചനം, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധിബഞ്ചകളെയും ഒക്കെ തുളച്ചിറങ്ങുന്നതായിട്ടുള്ള ദൈവത്തിന് അതുണ്ടോ? ശുദ്ധീകരിക്കുന്ന വചനമുണ്ടോ? ക്രൂശിൻ്റെ വചനമുണ്ടോ? തേജസ്സിലേക്ക് പ്രത്യാശ നൽകുന്ന ആ യാത്രയ്ക്ക് വേണ്ടി ഉതകുന്നതായിട്ടുള്ള തേജസ്സിൻ്റെ സുവിശേഷം ഉണ്ടോ? എല്ലാം ചോദ്യചിഹ്നങ്ങളാണ്, അല്ലേ? നമ്മോട് ചോദിക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണോ? അല്ലേ? രഹസ്യത്തിലിരിക്കുന്ന പിതാവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ? അവിടെ ആണിത് വെളിപ്പെടുവാൻ പോകുന്നത്. അവിടെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് പടിപടിയായിട്ട്. അനുഭവങ്ങളുണ്ടോ? വചനം ചടങ്ങാണോ? വചനവായന ചടങ്ങാണോ? ചത്തതാണോ? അതോ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർഗീയമായിട്ടുള്ള ജീവൻ പകരുവാൻ തക്കവണ്ണം, സ്വർഗീയമായത് കാണുവാൻ തക്കവണ്ണം, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണമുള്ള വചനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ ചോദിക്കണം. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. 2-ാമത്തെ വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിലും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ, വാട്ട് എ ഗ്രേറ്റ് സാൽവേഷൻ എന്ന ഇംഗ്ലീഷ്. ഇത്ര വലിയ രക്ഷ, അല്ലേ? 2-ാമത്തെ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ ഈ വലിയ രക്ഷയുടെ കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. പലപ്പോഴും ആ പാപത്തിൻ്റെ മോചനം ഒരു വിശ്വാസ സ്നാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്തീയ ജീവിതമായിരുന്ന ഉപദേശങ്ങളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? എവിടെയെങ്കിലും വചനം ഉണ്ടെങ്കിൽ.
അല്ലേ? ഇന്ന് വ്യാപകമായിട്ടുള്ള രീതിയിൽ ഭൗമിക മേഖലയിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് കൂടുതലായിട്ട് അറിയിക്കുന്നത്. അല്ലേ? ഇവിടെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും? ഭൗമിക നമ്മൾ സ്വർഗീയന്മാരാക്കുന്നതായിട്ടുള്ള വചനമുണ്ടോ? നമ്മൾ ചോദിക്കണം. അല്ലേ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അല്ലേ? അത് പാപത്തിൽ നിന്നുള്ളൊരു ഫൊർഗീവ്നെസ് മാത്രമല്ല, വിശ്വാസ സ്നാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ ഓർപ്പിക്കുന്ന പോലെ ഒരു ആത്മീക യാത്രയാണ്. അല്ലേ? ആ യാത്രയിലൂടെയാണ് ഇത്ര വലിയ രക്ഷ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നാം വരുന്നത്. അല്ലേ? അത് ഇന്ന് പൊതുവെ കാണുന്ന ക്രിസ്ത്യാനിറ്റി അല്ല. അതോട് എന്നിട്ട് ആ ഗ്രേറ്റ് സാൽവേഷൻ എന്നുള്ള ആ സത്യം അല്പമായിട്ട് നമ്മളെ താഴെ ഉള്ള വാക്യങ്ങളിൽ നമ്മെ വെളിപ്പെടുത്തും. അഞ്ചുമുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. അപ്പോൾ നീ വരുന്ന ഭാവി ലോകം, നിത്യായുഗം, അല്ലേ? നിത്യായുഗം അത് ദൂതന്മാർക്ക് വേണ്ടിയുള്ളതല്ല, മനുഷ്യപുത്രന്മാർക്ക് വേണ്ടിയുള്ളത്. അല്ലേ? ഇവിടെ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓർത്തോണം, മാൻ കൈൻഡ്, മനുഷ്യവർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അപാരമായ സൃഷ്ടിയാണ്, ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ്. അല്ലേ? എന്നിട്ട് മനുഷ്യൻ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടവൻ എന്ത് മാത്രം. 2 ചോദ്യങ്ങൾ ചോദ്യത്തിന് ശേഷം 7, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ഒരു ദൈവ മനുഷ്യനെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്. ദൂതന്മാരെ പോലും അയക്കുകയില്ല. അല്ലേ? അതെപ്പോഴും അദൃശ്യമായിട്ടുള്ളൊരു മേഖലയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സ്വർഗീയ ഓർഡർ. യേശു കർത്താവ് സ്വർഗീയനാണ് എന്ന് ഞാൻ വെളിപ്പെടുത്തിയതിന് ശേഷം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൽ കാണുന്നതല്ല, കേൾക്കുന്നതല്ല, പിന്നെയോ സ്വർഗീയമായത്. ഇതുപോലെ ഭൂമിയിൽ അവൻ യേശു കർത്താവ് കാണുന്നത് പിതാവിൻ്റെ കണ്ണുകളിലൂടെയാണ്. അല്ലേ? അപ്പോൾ 2 മേഖല ഓർത്തുകൊണ്ടും സ്വർഗീയമായത് കാണുകയും കേൾക്കുകയും ചെയ്ത് പ്രസ്താവിക്കുന്നു. ആയതുപോലെ ഭൂമിയിലുള്ളത്, ലോകവ്യവസ്ഥയിലുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പിതാവിൻ്റെ കണ്ണുകളിലൂടെ, പിതാവിൻ്റെ ചെവിയിലൂടെയായിരിക്കും. അതറിയിക്കുമ്പോൾ അവൻ്റെ നാവല്ല, പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അല്ലേ? ഞാൻ അറിയിക്കുന്ന വചനം ഞാൻ സ്വയമായിട്ട് അല്ല അറിയിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നീ അവനേക്കാൾ, അല്ലേ? അല്ലെങ്കിൽ നീ അവനെ ദൂതന്മാരെക്കാൾ, സങ്കീർത്തനങ്ങൾ വായിച്ചുള്ള ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഒരു എലോഹീം എന്നുള്ള വാക്കാണ്, ദൈവം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നത്, നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ആദ്യഫലമാകുന്ന ക്രിസ്തു, തലയാകുന്ന ക്രിസ്തുവിനെ നമ്മൾ ഇതിനാൽ കാണണം. അതോടൊപ്പം നമ്മയും കാണണം. അല്ലേ? നമ്മയും കാണണം. നമ്മുടെ അവകാശങ്ങൾ, നമുക്ക് ചില അവകാശം നമ്മൾ നൽകിയിട്ടുണ്ട്. അല്ലേ? നമ്മുടെ ശരീരം, ഇതിനകത്ത് വെച്ചിരിക്കുന്ന മനസ്സ്, ഹൃദയം, അകത്തെ മനുഷ്യൻ, ഇതെല്ലാം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലേ? ഇതൊരു ആത്മീക ഗ്രഹമായിട്ട് പണിയപ്പെടുവാനായിട്ട്, ആത്മീക യാഗം കഴിപ്പാൻ, വിശുദ്ധിയും വേർപാടും ആയതുപോലെ ആത്മീക പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ. അപ്പോൾ നമുക്കൊരു ടെറിട്ടറി നൽകിയിട്ടുണ്ട്. അത് പ്രാരംഭത്തിൽ നാം തന്നെ ഇതിനെ സൂക്ഷിക്കണം. ഇതിലൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യണം. യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ഗ്രഹമായിട്ട് തീരണം. അതിനുശേഷം അടുത്ത ലെവലെന്ന് പറയുന്നത് നമ്മുടെ കുടുംബം. അല്ലേ? കുടുംബം, ആ കുടുംബം ആത്മീയ ഗ്രഹമാകണം. കുടുംബത്തിൽ ആത്മീയ ശുശ്രൂഷ വെളിപ്പെടണം. അല്ലേ? കുടുംബത്തിലെ പിതാവും മാതാവും കുഞ്ഞുങ്ങളും ഇതൊരു ആത്മീയ ഗ്രഹമാണ് എന്നുള്ള ബോധത്തോടുകൂടെ വർത്തിക്കുവാൻ തുടങ്ങുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ട് ദൈവപ്രസാദമുള്ള ഒരു കുടുംബമായിട്ട് തീരുന്നത്.
ഇല്ലേ? ഈ പ്രകാശം ലഭിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ കുടുംബങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ, ഒരു ദൈവസഭയിൽ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, അവിടെയാണ് ദൈവം വസിക്കുന്നതായിട്ടുള്ള ആലയം, ഇല്ലേ? സഭയാകുന്ന ആലയം. അത് സത്യത്തിൻ്റെ തൂണാണ്, അടിസ്ഥാനമാണ് ദൈവത്തിൻ്റെ സഭ. സത്യം അറിയണമോ? ദൈവസഭ വരണം. അപ്പോൾ അത് അറിയിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരിക്കണം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി അത് നിലനിൽക്കുന്നതാണ്. തൂണെന്ന് പറയുമ്പോൾ, അടിസ്ഥാനം എന്ന് പറയുമ്പോൾ, അല്ലേ, അത് ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് ചായുന്നു, വേറൊരു കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് ചായുന്നതുമല്ല. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഴെ കുഴിച്ച് പണിയപ്പെടുന്ന ഒന്നാണ്, അല്ലേ? അത് നിലനിൽക്കുന്നതാണ്, അല്ലേ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് വള്ളി പുള്ളി മാറുകയില്ല എന്നുള്ളത് ആഴമായിട്ട് ഗ്രഹിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരു കൂട്ടമായിരിക്കണം, അല്ലേ? വചനത്തെ ഡിഫെൻഡ് ചെയ്യുന്നൊരു കൂട്ടമായിരിക്കണം, അല്ലേ? പ്രമാണിക്കുന്നൊരു കൂട്ടമായിരിക്കണം, അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്നൊരു കൂട്ടമായിരിക്കണം, അല്ലേ? യേശു കർത്താവ് ഭൂമിയിൽ വന്നത്, പീലാത്തോസ് ചോദിക്കുന്നു, നീ യൂദന്മാരുടെ രാജാവോ? അല്ലേ? നീ പറഞ്ഞത് ശരി. ആക്ച്വലി രാജാവ് എന്നൊരു ചോദ്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞു. യേശു, നീ പറഞ്ഞത് പോലെ ഞാൻ രാജാവ് തന്നെ, അല്ലേ? എന്നാൽ എന്തിൻ്റെ രാജാവ്? നീ ഉദ്ദേശിക്കുന്ന പോലെ രാജാവല്ല ഞാൻ. ഭൂമിയിലെ കാഴ്ചപ്പാടിൽ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രാജ്യമുണ്ട്, പ്രജകളുണ്ട്, രാജാവിനോട് യുദ്ധം ചെയ്യുന്നൊരു കൂട്ടമുണ്ട്. എന്നാൽ യേശു പറയുന്നത് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു, അല്ലേ? നീ ഉദ്ദേശിക്കുമെന്ന പോലെ രാജാവല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ്. ഞാൻ ജനിച്ച് അതിനായിട്ടാണ് ലോകത്തിൽ വന്നിരിക്കുന്നത്. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്, തുടരേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആ ബോധം വേണം, സത്യത്തിനു വേണ്ടിയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. അതിന് സാക്ഷിയാകുവാനായിട്ടാണ്, അതിനെ ഉറപ്പിക്കുവാനായിട്ടാണ് എൻ്റെ ജീവിതത്തിലൂടെ. വചനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിലാണ് അത് ആദ്യം വരേണ്ടത്. സത്യത്തിൻ്റെ സാക്ഷി, ആ സാക്ഷ്യം വഹിക്കുന്നവൻ, സാക്ഷിയാകുന്നവന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കൂട്ടം അവരുടെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതി ആക്കി, അല്ലേ? അത് വ്യക്തിയായാലും കുടുംബമായാലും സഭയായാലും ഈ ഡെഫിനേഷനിൽ വരുമ്പോൾ, ഈ യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ, ആലോട് അത് ഈ ഭൂമിയിൽ ഒരു വലിയ ശക്തിയാണ്. അനേകർക്ക് നീതിമാർഗം കാണിച്ചു കൊടുക്കുന്നവരാണ്, അല്ലേ? അവരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം വെറും പാഴ്വാക്കുകളല്ല, ദിവ്യമാണ്, ദൈവശബ്ദമാണ്. അവരനേകർക്ക് പ്രകാശം കൊടുക്കുന്നവരാണ്, അല്ലേ? യേശു പ്രകാരം അറിയിച്ചതുപോലെ, എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനായിട്ട് തീരും. വെളിച്ചത്തിൽ നടക്കുന്ന വഴി ജീവൻ്റെ വെളിച്ചം ഉള്ളവനായിട്ട് തീരും. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ഔന്നത്യം, അല്ലേ? ഗംഭീരമാണ്. ദൈവദൃഷ്ടിയിലൂടെ നാം അത് കാണുവാൻ തുടങ്ങുമ്പോഴാണ് ലോഡ് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, അതിന് വില കൊടുക്കുവാനായിട്ട്, ആ പാത, ജീവൻ്റെ പാതയിൽ തന്നെ എനിക്ക് നടക്കണം, ആത്മാവിൻ്റെ അനുസരണയിൽ നടക്കണമെന്നുള്ള ആ ഒരു ആഴമേറിയ ഒരു ബോധമാണ്, ദൃഢ നിശ്ചയമാണ്, ദൈവസന്നിധിയിലുള്ള പ്രതിജ്ഞകൾ, അല്ലേ? ആ കവനൻ്റ്, അല്ലേ? എങ്ങനെ ഇസ്രായേൽ മക്കൾ വചനം അനുസരിക്കാം എന്ന് രക്തനിയമത്താൽ, യാഗനിയമത്താൽ, അല്ലേ? എന്നാൽ അതിലവർ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയം ഉണ്ടാകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അല്ലേ? അതിനുവേണ്ടി ജീവനെ കൊടുക്കുവാൻ തന്നെ തയ്യാറുള്ളൊരു കൂട്ടം. കാരണം അത്ര വിലയേറിയതാണ്, അത്ര ഉന്നതമാണ്, അത്ര ഗംഭീരമാണ് മനുഷ്യവർഗം എന്നുള്ളത്, മനുഷ്യയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം.